ചേച്ചി വന്നാ? ആ വന്ന്. എന്തുപറ്റി? 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ നാളെ വരത്തുള്ളൂ പറഞ്ഞിട്ട്? ഇന്നിപ്പോ വന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല കുഴപ്പമൊന്നുമില്ല. ചേച്ചി എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. നാളെ വരുള്ളൂ വന്ന. ഇന്നിപ്പോ വന്ന. ഇനിയിപ്പോ എന്താ പ്രശ്നം? ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അല്ല അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ ഒരു പ്രശ്നമൊന്നുമില്ല. എന്നാ ഇത് സിദ്ധുനാൻ വന്നതാ. എന്താണ് സംഭവം? എന്താണ്? എനിക്കറിയാൻ പാടാ. ചേച്ചി നോക്കിയില്ലേ? നോക്കിയില്ല. അവിടെ അച്ഛനും അമ്മയ്ക്കും സുഖം തന്നെ. സുഖം അല്ലെങ്കിൽ നീ പോയി നോക്കുവോ? നോക്കായിരുന്നു. ചേച്ചി കൊണ്ടുപോകത്തില്ലല്ലോ. കുഴിപ്പള്ളക്കാരി എത്തിയാ? ഞാൻ വരെ നോക്കിയാണ് ഈ കുഴിപ്പള്ളത്തുകാരി എന്ന് വിളിച്ചോണ്ടിരിക്കാനായിട്ട്. ഞാൻ ഒരു വള്ളത്തുകാരി അല്ല, ഞാൻ ലച്ചു ആണ്. ലച്ചു എന്ന് വിളിച്ചാൽ മതി. ചേച്ചി വടവലങ്കാരിയാ. അങ്ങനെ വിളിക്കുന്നതാണ് ചേച്ചിക്ക് ഇഷ്ടം. എന്നെ ഒരു സ്ഥലപ്പേരും ചേർത്ത് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ലച്ചു എന്ന് വിളിച്ചാൽ മതി. 1, 2, 3 ദിവസം നിൽക്കാൻ പോയാണ്. അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വടിക്ക് വന്നു. പ്രശ്നം ഉണ്ടാക്കിയ? ആര് പ്രശ്നം ഉണ്ടാക്കി? ഇപ്പൊ ഞാൻ നേരത്തെ വന്നതെങ്കിലും കുഴപ്പമുണ്ടാച്ചാ? വരാൻ പാടില്ല എനിക്ക് ഇങ്ങോട്ട്. ചേച്ചി എന്താണ് പോയിട്ട് വന്നതിന് ശേഷം സംസാരത്തിനൊക്കെ ഒരു എരിവ്? കുഴപ്പപ്പെടുത്താൻ പോലെ കല്യാണം വല്ലതും പിടിച്ചാ? സിദ്ധുവിന്റെ അമ്മയ്ക്ക് കല്യാണത്തിനെ പറ്റി എന്തെങ്കിലും വിഷയമൊക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് കടിച്ചു തൂങ്ങി വെക്കും. മക്കളെ, നമ്മളെ ജനാർദ്ദനാണ് എന്ത് പറയുന്നത്? അവിടുത്തെ അച്ഛൻ ഞാൻ ചെന്നപ്പോ തൊട്ട് ബാലു എവിടെ ചോദിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. എന്റെ തലവട്ടം കണ്ട പിന്നെ അങ്ങനെ തറയരുതല്ലോ. അയ്യോ ചെന്ന് കയറി ഉടനെ ബാലു എനിക്ക് അത് തന്നെ അത് കൊടുക്കി ഇതടിക്ക് ചായ കൊടുക്കി എന്നൊക്കെ പറഞ്ഞു. അയ്യോ ചിരിച്ച് ഞാൻ എന്ത് പറഞ്ഞാലും അതും കേട്ട് ജനാർദ്ദനാണെന്നാണെങ്കിൽ വായി തുറന്നിരിക്കും. ചേട്ടൻ വന്നപ്പോ അച്ഛൻ ചെടി നിർത്തി. എന്താ ചോദിച്ചാ? ലച്ചു നീ ഇന്ന് തന്നെ ഇങ്ങോട്ട് വന്നാ? അടുത്തത് എനിക്കെന്താ നേരത്തെ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? അതിനിപ്പോ ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. ഈ ലച്ചു ചേച്ചി അച്ഛനെ പോലെ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഭയങ്കര രസമാ. കൊച്ചാ ഞാൻ ഇവിടെ മര്യാദക്കല്ലേ എന്നെ വിട്. പോയാരും എന്തേ? അമ്മയെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയാ? ഞാൻ അവിടെ ചെന്നപ്പോഴേക്ക് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, വയവേരയൊക്കെ മാറിയെന്നാ പറഞ്ഞത്. പിന്നെ ഹോസ്പിറ്റലും പോയില്ല. എന്തായാലും എന്റെ അന്വേഷണം പറഞ്ഞേക്ക് ഇനി പോകുമ്പോ. മക്കളെ ലച്ചുവേ എന്ത് നമുക്കൊരു വാട്ടം? എനിക്കൊരു വാട്ടം ഇല്ല. ഇല്ല വാട്ടം ഉണ്ട്. അതെ, അടിച്ചു നനച്ച് പാറപ്പുറത്ത് ഉണങ്ങാനിട്ട പോലെ ഉണ്ട്. ഇയാളെന്തിനാ കിടന്ന് ചിരിക്കണേ? ഇയാള് ബാംഗ്ലൂരിൽ പോണം, അവിടെ പോണം, ഇവിടെ പോണന്നൊക്കെ പറഞ്ഞിട്ട് എന്തിയാ പോണില്ലേ? ഇപ്പൊ പോവും, നാളെ പോവും, ദേ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ പോടി? ഞാൻ പോവും, കമ്പനിന്ന് അറിയിച്ച ഞാൻ പോവും കേട്ടോ. അപ്പൊ ഇപ്പൊ പോകുന്നല്ല, പോകും ഞാൻ. നീ അവിടെ ഓടിക്കളിച്ച് വന്നതേ അവനെ ബാംഗ്ലൂർ പറഞ്ഞേക്കാനാണ്. അതെ, അവന് പോണെങ്കിൽ പോയിക്കോളും. അതിനകത്ത് ആരും ഇടപെടാൻ നിൽക്കണ്ട. എന്റെ അച്ഛേ, നിനക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ കളഞ്ഞിട്ട് വരണം. അതും പറഞ്ഞ് ഇവിടെ വന്നിട്ട് ബാക്കിയുള്ളവരെ നെച്ച് തീറാൻ നിൽക്കരുത്. ഇവിടെ വന്നിട്ട് പുറപ്പുറപ്പുറപ്പുറന്ന് പറഞ്ഞ് ബാക്കിയുള്ള കുതിരാറാൻ നിൽക്കണം. എന്തിനാ? അത് തന്നെയാ? ഏതാ അത് തന്നെ? ചേട്ടൻ ബാംഗ്ലൂർക്ക് എവിടെയാന്ന് വെച്ചാ പോയേട്ടാ. ഇവിടെ നിന്നാലേ ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം കൊടുക്കേണ്ടി വരും. അയ്യോ മറിയിലെന്ത് ചെയ്യും? ചില സമയത്ത് നിങ്ങളെ മോളാന്ന് ഞാൻ വിചാരിക്കൂല കേട്ടാ. കഴിക്കൊന്നുമില്ല അമ്മ? ഉണ്ടായിരുന്നെങ്കിൽ ആ പാത്രത്തേക്ക് നോക്ക്. രാവിലെ ദോശ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഉണ്ടായിരുന്നു. എന്നിട്ട് തീർന്നു. എന്താ 2-3 എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചൂടാ അമ്മയ്ക്ക്? ഉണ്ടായിരുന്നത് തീർന്നു. എനിക്കൊല്ലാം ചെയ്യാൻ പറ്റുമോ? ഇതാണ് പ്രശ്നം. ഇങ്ങോട്ട് കേറുമ്പോണ്ടല്ലോ കട്ട ദാരിദ്ര്യം ഫീൽ ചെയ്യും. ദാരിദ്ര്യം ഉണ്ടാവും. ഇതെന്റെ അടുക്കളയാ. കുഴിപ്പള്ളത്തമ്മയുടെ അടുക്കളയായിരുന്നെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. എന്ത് പറഞ്ഞാലും പിടിച്ചു നിൽക്കാനുള്ള മറുപടി പറയുമല്ലോ. അടുത്തത് എടാ ഇവിടെ ഒന്നും ഇല്ലടാ. നീ രാവിലെ ഒന്നും കഴിച്ചില്ലേ? കുറച്ച് കൂടുതൽ കഴിച്ചു. വെറുതെ അല്ല ഒന്നും കാണാത്ത. ഞാനാണെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചില്ല അമ്മ. അവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയില്ലേ? അവിടുത്തെ അമ്മ പറഞ്ഞതാ കഴിച്ചിട്ട് ഇറങ്ങാൻ. ഭക്ഷണത്തെ നിന്നിച്ചാലേ ഇതായിരിക്കും അനുഭവം. ഇപ്പൊ നിന്നിച്ചെന്നായ? പിന്നെ അല്ലാണ്ട് കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കാണ്ട് വന്ന പിന്നെ നിന്നിക്കലല്ലേ. ഇതിപ്പോ അച്ഛൻ പറഞ്ഞ പോലെയാണല്ലോ. പട പേടിച്ച് പന്തെടുത്ത് തന്നപ്പോ അവിടെ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞ പോലെയാണ്. ചേച്ചി എന്താ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ആക്ച്വലി എന്താണ് പ്രശ്നം? ചേച്ചി ഇപ്പൊ അവിടുന്ന് വന്നപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ദേഷ്യമാണ് സംസാരത്തിലൊക്കെ. പറ. എന്റെ സ്വഭാവ സംസാരം വെച്ചേ നല്ല കലിപ്പുണ്ടാവേണ്ടതാ. ഞാൻ സിദ്ധുവിന്റെ വീടാണല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ ഒന്നും മിണ്ടില്ല. അറിയാലേ, എന്റെ വാന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. ലച്ചു എങ്ങാനും ശരിക്കും വാ തുറന്നു കഴിഞ്ഞാൽ ലച്ചുവിന്റെ വിവാഹ ബന്ധം വരെ മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല, ലച്ചുവിന്റെ നാക്ക് അത്ര ഷാർപ്പാണെന്ന് പറഞ്ഞത് മുറിഞ്ഞു. എന്റെ ചേട്ടന്റെ ടോപ്പിക് തന്നെയാണ് അവിടെ സംസാര വിഷയമായിട്ട് മാറിയത്. സിദ്ധുവിന്റെ അമ്മ ലൈറ്റ് ആയിട്ട് തുടങ്ങി, ഞാനും ലൈറ്റ് ആയിട്ട് തുടങ്ങി. പിന്നെ കുറച്ച് കൂട്ടി പറഞ്ഞു തുടങ്ങി, ഞാനും കുറച്ച് കൂടി. പിന്നെ സിദ്ധുവിന്റെ അമ്മയ്ക്ക് മതിയായി, ഞാനിങ്ങ് പോന്നു. ഇവന്റെ കാര്യം പറഞ്ഞ എന്ത് സംസാരമാവാനാ? വേറെ എന്ത് സംസാരമാവാനാമേ? ചേട്ടന്റെ കല്യാണക്കാര്യം തന്നെ. പിന്നെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഏകദേശം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു.
പിന്നെ അതും പറഞ്ഞ് ഓരോ സംസാരമായി. എൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്നറിയോ? ചേട്ടനെ പെട്ടെന്ന് തന്നെ കെട്ടിച്ചുവിടാൻ. ഓ ഇപ്പൊ അങ്ങനെയായ എന്താ നമ്മത് അച്ഛൻ പറഞ്ഞു അതിൽ പഴമച്ചനാണ് അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞത്. ഇതുപോലെ ചർച്ചാ വിഷയം എന്താണ്? ചർച്ചാ വിഷയം എന്താണ്? അതാണ് മറ്റേ അവർക്ക് വയ്യല്ല. ആർക്ക്? അല്ല കുഴിപ്പള്ളത്തമ്മയ്ക്ക് വയ്യല്ല. അതുകൊണ്ട് അല്ല അപ്പൊ അവരെ അച്ഛനും വയ്യല്ല. അല്ല കുഴിപ്പള്ളത്തെ അച്ഛനും വയ്യല്ലോ. അല്ല കുഴപ്പമില്ലാത്ത അപ്പൂപ്പനും അച്ഛനും അമ്മയ്ക്കും വയ്യല്ലോ. അതുകൊണ്ട് രണ്ടുപേരോട് ഒറ്റയ്ക്കാണല്ലോ. അപ്പൊ രണ്ടുപേരും ഒറ്റയ്ക്കാവും, ഒരാളെ ഒറ്റയ്ക്കാവുള്ളൂ. ഓരോരുത്തരായിട്ട് ഒറ്റയ്ക്കാണല്ലോ. അപ്പൊ രണ്ടുപേരും ഒറ്റയ്ക്കാവും. അവര് രണ്ടുപേരും ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമല്ലോ. ഇവിടെ നിർത്താൻ അതാവുമ്പോ അവർക്കൊരു കമ്പനി ആവും. കുറച്ച് ദിവസത്തിന്. എത്ര വർഷത്തേക്ക്? വർഷമല്ല കുറച്ച് ദിവസം. കുറച്ച് ദിവസത്തിന് ആണോ? ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാം അവിടെ പോയി നിൽക്കാം. ഒരേ നാൾ അധികം നിൽക്കടാ. അപ്പൊ വാടക കൊടുക്കണ്ടല്ലോ. കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ നടക്കൂലല്ലോ. എന്ന് വരുമോ? കുറച്ച് കാര്യം സംസാരിക്കാൻ. അയ്യോ കൊറേ കാര്യം സംസാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഇവിടെ വന്നപ്പോ വീണ്ടും ചർച്ചയാ. ചേട്ടൻ പോക്കോ, ഞാൻ വരാം. ഞാൻ റൂമിലുണ്ടാവണ്ട എന്റെ. അതൊന്ന് പെട്ടെന്ന് മുടിയുടെ ലച്ചുനോട് സംസാരം. എന്ത് ലച്ചു? അച്ഛന് ലോകത്തുള്ള എല്ലാ വിഷയവും അറിയണോ? എല്ലാ വിഷയം അറിയണ്ട, പക്ഷെ എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും നടന്ന ആ വിഷയം എനിക്കറിയണം. അമ്മ എന്താന്ന് വെച്ചാ പറഞ്ഞു കൊടുക്കും. വാ പറഞ്ഞുതരാം. വാ പറഞ്ഞുതരാം. പറ. അതായത് നമ്മൾ ഈ പടവലത്ത് വസ്തുവൊക്കെ ഉണ്ടല്ലോ, അതിപ്പോ എന്റെ പേരിൽ എഴുതണോ അല്ലെങ്കിൽ ബാലുവിന്റെ പേരിൽ എഴുതണോ എന്നൊക്കെ അച്ഛൻ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടുപേരുടെ പേരിൽ എഴുതണ്ട, അല്ലെങ്കിൽ കേശുവിന്റെ പേരിൽ എഴുതി കൊടുക്കെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു കേശുവിന്റെ പേരിൽ എഴുതിയാലെങ്കിൽ അവൻ പ്രായപൂർത്തിയായിട്ടില്ലല്ലോ, അപ്പൊ എല്ലാം കൂടെ നിങ്ങളെ പേരിൽ എഴുതാന്ന് വെച്ചാൽ നിങ്ങളെല്ലാം കൂടെ. പ്രായപൂർത്തിയായില്ല കുട്ടമ്പരമ്പള കളിക്കുന്നത് കേട്ടാ. ഞാൻ അറിഞ്ഞോളാം കേട്ടാ വിഷയം എന്താണെന്ന്. കളിക്കണ വളരെ കിളിച്ച ചിരി. അതിന്റെ അതോട് കയറാ, തള്ളി ഞാൻ കയറ്റും. ഞാൻ അറിഞ്ഞോളാം.